ജോർജ് ജോസഫ് സാർ, യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായതും അത് പിണറായി സർക്കാരിൽ നിന്ന് വലിയ തലവേദന സൃഷ്ടിച്ചതും നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തി. ആ ഇടിയൻ പോലീസുകാർക്ക് ഇനിയും പണി കിട്ടുമോ? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് ഈ കുന്നംകുളത്തെ സംഭവം, അതുപോലെ പീച്ചിയിലെ സംഭവം, അത് പറ്റി ഒരു സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ ഷട്ടൂരി മാറ്റി അവർ മർദ്ദിക്കും, 2-3 പേര് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. അത് മർദ്ദനം കാണാതെ CCTV ദൃശ്യത്തിൽ വരാതിരിക്കാൻ മറ്റൊരു മുറി കൊണ്ടുപോയെന്നും അതിൻ്റെ 2ാം നിലയിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ക്രൂരമായ മർദ്ദനമാണ്. അതെന്തിനാ ചെയ്തത്? അയാളെ വീടിനടുത്ത് ഒരു പോലീസ് വന്ന് അതിക്രമം കാണിച്ച ഒരു സ്ത്രീയുടെയും ഒരു വീട്ടിൻ്റെ അവിടെ വന്നു, അതേ ചോദ്യം ചെയ്തു. അത് മണ്ഡലം പ്രസിഡൻ്റായ ഒരു പൊതുക്കാര്യ പ്രസക്തനായ വ്യക്തിയായിരുന്നു സുജിത്ത്. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്തത്. അതിന് അയാളെ പിടിച്ചുകൊണ്ട് ആ പോലീസിൻ്റെ അഹങ്കാരം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അത് അന്ന് തീർച്ചയായിട്ടും അതിശക്തമായ നടപടി അവിടുത്തെ SP DIG എടുക്കേണ്ടതാണ്. ഗവൺമെൻറ്റിനെ കൊണ്ട് അത് എടുപ്പിക്കണമായിരുന്നു. ഗവൺമെൻറ്റിന് ഇമേജ് പോയതിൻ്റെ 2 സംഭവങ്ങളാണ് ആ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഉണ്ടായ കാര്യം. അതുപോലെ പീച്ചി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ അവിടുത്തെ ഹോട്ടൽ ഉടമ ഔസേപ്പ്, ആ ഹോട്ടലിൽ നിന്ന് അവിടുത്തെ മാനേജരെ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ CA PN രതീഷ് എന്ന് പറഞ്ഞയാൾ മർദ്ദിക്കുന്നത് നമ്മൾ CC ദൃശ്യത്തിൽ കൂടെ കണ്ടു. ആ ഹോട്ടൽ മാനേജരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം അത് ശരിയല്ലല്ലോ, അയാളെ തിരിച്ചു വിട്ടില്ലല്ലോ, ആ ഹോട്ടലൊരു പ്രശ്നം ഉണ്ടായതെപ്പറ്റി പരാതി പറയാൻ പോയാണ് അയാളെ എടുത്തിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ റോണി ജോണിനെ മടങ്ങി വരാൻ താമസിച്ചുകൊണ്ട് ഔസേപ്പ് എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഉടമ അദ്ദേഹം മകൻ പോൾ ജോസഫിനെ പറഞ്ഞയച്ചു. ആ പോൾ ജോസഫ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ പോൾ ജോസഫിനെയും പോലീസ് സ്റ്റേഷനകത്തിട്ട് മർദ്ദിക്കുന്ന CCTV ദൃശ്യത്തിൽ അടി കൊടുക്കുന്നത് നമ്മൾ കാണും. അകത്തോട്ട് കൊണ്ടുപോയി പിന്നെ CCTV ദൃശ്യത്തിൽ കാണാതെ ഭീകരമായിട്ട് മർദ്ദിച്ച സംഭവമാണ്. എന്ത് നടപടിയാണ് പോലീസ് അന്ന് എടുത്തത്? എന്നിട്ട് DGPക്ക് എന്താ ചെയ്തത്? ഇത് കേരളത്തിലെ മുഴുവൻ ആൾക്കാർ ആ ദൃശ്യത്തിൽ കണ്ടതല്ലേ? അതിനൊക്കെ അവിടുത്തെ CPMകാർ നടപടി അതിശക്തമായി എടുക്കാൻ പറയുണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ഇമേജ് പോയ ഏറ്റവും വലിയ 2 സംഭവങ്ങളാണത്. ആലപ്പുഴയിൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും മറ്റും അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നിരപരാധികളായ 2-3 യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്ന ദൃശ്യത്തിന് ആലപ്പുഴ ജില്ലയിലെ CPMനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടതിൻ്റെ ഒരു കാര്യം ആ പാവങ്ങളെ മർദ്ദിച്ചാണ്. അതിലൊരാളിപ്പം MLA ആവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് പീച്ചി സംഭവം നമ്മൾ കാണുന്നത്. ഔസേപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ രോദനം നമ്മൾ കേട്ടു. മകനെ മർദ്ദിച്ചു, അവരുടെ മാനേജരാളെ മർദ്ദിച്ചു. എന്ത് കാര്യത്തിലാണത്? അതിനെ കുറ്റം അവരെന്ത് ചെയ്തു? ആ ഹോട്ടലിലൊരു സംഭവം ഉണ്ടായതിനെപ്പറ്റി ഇവരെ എന്തിനാണ് മർദ്ദിക്കുന്നത്? ആ ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നവരൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവരതിനകത്ത് എങ്ങനെയാണ് കുറ്റവാളികളാകുന്നത്? ആ രീതിയിലുള്ള പ്രവർത്തനമൊന്നും പോലീസിന് ഉള്ളിൽ വെച്ച് നടത്തരുത് ആരും. CA ആയാലും ശരി, DYSP ആയാലും SP ആയാലും ശരി, പോലീസുകാരായാലും ശ്രദ്ധിക്കണം. എന്തിനാണ് ആ ഹോട്ടലുകാരെ മർദ്ദിക്കുന്നത്? അത് പണം കിട്ടാനായിട്ട് വേണ്ടി. പണം കൊടുക്കുന്ന ഒരു ദൃശ്യവും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചെന്ന് എനിക്കറിയില്ല. അടിയന്തരമായിട്ട് രമേശ് ചെന്നിത്തല ഈ 2 സംഭവങ്ങൾ, കാരണം അത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ വേറെ BJP ഒന്നും ആലോചിച്ചിട്ടല്ല ഞാനത് പറയുന്നത്. അത് അവിടുത്തെ ഒരു നിരപരാധികളായ ഒരു കുറ്റവും ചെയ്യാത്തവരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ 2 സംഭവത്തിലും പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ആ 2 സംഭവങ്ങളും തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ കേസുകൾ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റച്ചാർജ് ഒരു 15-20 ദിവസത്തിനകം അതും കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ ഓരോ നീക്കം ആ രീതിയിലായിക്കോട്ടെ, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകണം. വെച്ച് താമസിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തൃശ്ശൂരും പാലക്കാടും ഒക്കെ അന്നത്തെ ഗവൺമെൻറ്റിന്, ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റവും ക്ഷീണം വരുത്തിയ 2 സംഭവങ്ങളാണ് അത്. അതുപോലെ സംഭവമാണ് ആലപ്പുഴയിലെ. മറ്റൊരു സംഭവമാണ് മുഖ്യമന്ത്രി പോയ സമയത്ത് ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ പോലീസ് കാണിക്കുന്ന ഇതുപോലുള്ള ക്രൂരമായ സംഭവങ്ങൾ ന്യായീകരിക്കാനും പോലീസിനെ സംരക്ഷിക്കാനും പോകരുത് പാർട്ടിക്കാർ, ഏത് പാർട്ടിക്കാരായാലും ശരി. അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ പാർട്ടിക്കെതിരായി
എതിരായ നീക്കം സംസ്ഥാനത്തുണ്ടാവും. ഈ പോലീസിനെ കയറൂരി വിട്ടുവെന്നും ക്രിമിനലുകളായ പോലീസുകാരെ നിലയ്ക്ക് നിർത്തിയില്ല എന്നും പിണറായി സർക്കാരിനെതിരെ ആരോപണം ഉയർന്നതാണ്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പിനെ ചോദ്യം ചെയ്യാൻ പോലും മന്ത്രിസഭയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. LDFന്റെ ഇത്തരത്തിലുള്ള ഭരണപരാജയം ജനങ്ങളുടെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കിയെന്നും അതാണ് പിണറായി സർക്കാരിന്റെ കസേര തെറിക്കാൻ കാരണമായത് എന്നും രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടാകുമോ UDF സർക്കാരിലെ ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുക? എന്താണ് CPMന് പറ്റിയതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എത്ര ക്രൂരമായ മർദ്ദനങ്ങളാണ് ഓരോ സ്ഥലത്ത് ഇറക്കി വിട്ടിരിക്കുന്നത്. ആ മർദ്ദനം മുഴുവൻ ആ മർദ്ദനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനകത്തെ വിക്ടിമായ ആൾക്കാരെയാണ് രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ച് മർദ്ദിക്കുന്നത് നമ്മൾ കാണുന്നത്. അതേതായാലും വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. CPMലുള്ള പല ആൾക്കാർക്കും ഇതുപോലെ തല്ല് കിട്ടി. ഞാൻ കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ ഇതുപോലെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ്റെ അനിയൻ, അയാളും SFI പ്രവർത്തകനാണ്, ക്രൂരമായി പോലീസ് സ്റ്റേഷനിട്ട് മർദ്ദിച്ചിട്ട് എന്ത് നടപടിയെടുത്തു? അതും ഇതുപോലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ സംഭവത്തിൽ നടത്തണം. അവർക്ക് നീതി കിട്ടിയെന്ന് ആ SFI DYFIക്കാരായ ആ കുട്ടികളും പറയുന്നില്ല. അതിക്രൂരമായ മർദ്ദനമാണ് അവർക്ക് നടത്തിയത്. അതെന്ത് ന്യായീകരണം? അവർക്കെതിരായിട്ടൊരു പരാതി ആ പോലീസ് സ്റ്റേഷനിലില്ല. അതുകൊണ്ട് 3-4 സംഭവങ്ങളുണ്ട്. അത് അടിയന്തരമായിട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വരണം. ഈ 4-5 സംഭവങ്ങൾ ഏതായാലും അടിയന്തരമായിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് 10-30 ദിവസത്തിന് അന്വേഷണം പൂർത്തിയാക്കി കളയണം. അങ്ങനെയുള്ള ഡയറക്ഷനാണ് വേണ്ടത്. അല്ലാതെ അവർ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് അതൊരു നീതി ലഭിക്കുന്നതല്ല. ഒരു 30 ദിവസത്തിനകം ഈ 4-5 സംഭവങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണം പൂർത്തിയാക്കി കൊടുക്കണം. അതുതന്നെയല്ല, ഇപ്പം പുതിയ പോസ്റ്റിംഗ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഇപ്പം ആളെ പുതിയ നല്ല എക്സ്പീരിയൻസ് ഉള്ള നേരത്തെ മുതൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനൊക്കെ ആയിരുന്ന അസഫ് അലിയെ തന്നെയാണ് വീണ്ടും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം. നല്ല വിവേകവും നല്ല നോളജും നല്ല നിയമപാണ്ഡിത്യമുള്ള ആൾ, ജാതി മതം രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു നിയമവിശാരദനാണ് അദ്ദേഹം. നല്ല പാണ്ഡിത്യമുള്ള അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ പോസ്റ്റിങ് കേരള ജനത്തെ ആഗ്രഹിക്കുന്നതാണ്. സത്യവും നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടും. ആ രീതിയിൽ മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന ഒരാളെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി പോസ്റ്റ് ചെയ്ത് രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നു. ഈ പിണറായി സർക്കാർ ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് പറയാനാവില്ല. കാരണം നിരവധി പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നിട്ടും ലോക്കപ്പ് മർദ്ദനങ്ങൾ ആവർത്തിച്ചു. ഇനി സതീശൻ സർക്കാരിന്റെ കാലത്ത് ഇടിയൻ പോലീസുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ ഗവൺമെൻറ് പിരിച്ചുവിട്ടത് മിക്കവാറും ഉള്ളവരൊക്കെ ഗുണ്ടകളുമായിട്ടുള്ള പ്രവർത്തനം, അവരെ നിന്ന് പണം സ്വീകരിക്കുക, അവരെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ വീട്ടിൽ പോയി ഇരിക്കുക, അവരുമായിട്ട് സ്വീകരിച്ച് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുക, മാസപ്പടി അവരെ നിന്ന് വാങ്ങിക്കുക. ഇതാണ് ആ LDF ഗവൺമെൻറ് കാലഘട്ടത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്ത്. അത് പലരെയും ബുക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് സാധിച്ചെങ്കിലും പിന്നെ കോടതിയിലൊക്കെ കയറി ഇറങ്ങി അതുങ്ങൾ കുറച്ച് പേര് തിരിച്ചു വന്നു. എങ്കിലും കുറേ ആൾക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യം. അവിശുദ്ധമായ ഇതുപോലെ കൂട്ടുകെട്ടും ബന്ധങ്ങളുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യരുത്. കാരണം അത് ഏത് ഗവൺമെൻറ്റിൻ്റെ ആയാലും ശരി അവരുടെ ഇമേജിന് കോട്ടം തട്ടും. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഏതായാലും അങ്ങനെയുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആണ് അവരുടെ ഇമേജ് തകർത്തത്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞില്ല. അതിനകത്ത് അവർ പരാജയപ്പെട്ടു പോയി. കാരണം അവർ രാഷ്ട്രീയപരമായി ഓരോരോ ജില്ലാ കമ്മിറ്റിക്കാരെയൊക്കെ സ്വാധീനിച്ച് അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് പറഞ്ഞ് പിടിച്ച് നടപടിയെടുക്കാതെ അവർ പലരും രക്ഷപ്പെട്ടു. അത് തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ CPMൻ്റെ ഇമേജ് നശിപ്പിച്ച് പോലീസ് നയം തന്നെയായിരുന്നു.